വിമലേച്ചി ആവശ്യമില്ലാതെ ഉന്തും തള്ളും ഉണ്ടാക്കിയപ്പോഴാ രോഹിണിയേട്ടത്തി നടുതല്ലി വീണത്. വിചാരിക്കാതെ സംഭവിച്ചതാ. വീണേ മതി. കുടുംബത്തെ സമാധാനക്കേടുണ്ടാക്കാനായിട്ടാണോ നീ? ഇവിടുന്ന് പോ അങ്ങോട്ട്. നിന്നെ ഇപ്പൊ ആരും അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. വിമലേ, എടി വിമലേ, എടി വിമലേ, ഇറങ്ങി വരാൻ. വിമലേ, വിമലേ, എടി നീ എവിടെയാ? എടി വിമലേ, വിളിച്ചത് കേട്ടില്ലേ? വിമലേ, ആ വിമലേ, എടി നിന്നെ ഇന്ന് ഞാൻ വേണ്ട രോഹിണി എടി എന്റെ കയ്യിൽ നിന്ന് വിടാൻ. വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്തായി കാണിക്കുന്നേ? നീ അങ്ങോട്ട് മാറിക്കേ. നിന്റെ കല്യാണം കഴിഞ്ഞു? അത് കഴിഞ്ഞല്ലോ. ഞാൻ എത്ര തവണ ആശുപത്രിയിൽ വെച്ച് വിനേട്ടനോടത് പറഞ്ഞതാ. പറഞ്ഞോ? പറഞ്ഞു. രോഹിണി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. സുഖമില്ലാത്തോണ്ട് നീ അത് മറന്നുപോയതാ. ആയിരിക്കും, ഞാൻ മറന്നുപോയതാ. അല്ല, ആരാ നിന്നെ കല്യാണം കഴിച്ചത്? ആ ഹരീന്ദ്രനാണോ? റിട്ടയർഡ് ജഡ്ജി ആ സുദർശന്റെ അനന്തരവൻ. അപ്പൊ നിനക്ക് ചിലതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അല്ല, അതൊക്കെ എനിക്ക് ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പ് നടന്ന ആലോചനയല്ലേ. എന്നിട്ട് എവിടെ ഹരീന്ദ്രൻ? ഹരീന്ദ്രൻ അവന്റെ വീട്ടിലുണ്ട്. ഇവള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. മനസ്സിലായി.